കർത്താവിൽ പ്രിയരെ, സ്നേഹവന്ദനം അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞങ്ങൾ ക്ഷേമമായിരിക്കുന്നു. പവർ വിഷൻ മുടങ്ങാതെ പ്രോഗ്രാം നടന്നു പോകുന്നു. എല്ലായിടത്തും ഗ്യാസിൻ്റെ സിലിണ്ടറിന് ക്ഷാമമുണ്ട്. ഇവിടെ ഒരു ദിവസം 100 പേരാണ് സ്റ്റുഡിയോയിൽ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇവിടെയുമുണ്ട്. അപ്പോൾ യുദ്ധമൊക്കെ അവസാനിക്കാനും സമാധാനപരമായ ജീവിതം ഉണ്ടാകാനും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെയും ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ചിന്തിച്ച് തുടരുന്ന വിഷയം നിവർത്തിച്ചു എന്ന കാര്യമാണ്. 22-ാം സങ്കീർത്തനം 31-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ, അവൻ നിവർത്തിച്ചിരിക്കുന്നു. അത് കൃത്യമായിട്ട് യേശുക്രിസ്തു ക്രൂശിൽ ഒടുവിൽ പറഞ്ഞു. കേൾക്കണേ, വളരെ ശ്രദ്ധിക്കണം. യേശുക്രിസ്തു ക്രൂശിൽ ആദ്യം പറഞ്ഞത് പറഞ്ഞുകൊണ്ട് 22-ാം സങ്കീർത്തനം ആരംഭിക്കുന്നു. ഒടുവിൽ പറഞ്ഞത് പറഞ്ഞുകൊണ്ട് 22-ാം സങ്കീർത്തനം അവസാനിപ്പിക്കുന്നു. എത്ര സുന്ദരമല്ലേ ദൈവവചനം! എത്ര മനോഹരമാണ് ദൈവവചനം! കർത്താവ് നിലവിളിക്കുകയാണ്, എന്നെ നീ കൈവിട്ടോ, എന്നെ നീ കൈവിട്ടോ. ഒടുവിൽ പറഞ്ഞു നിർത്തുകയാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യം. യേശു ക്രിസ്തു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് മണിക്കൂറുകൾ ക്രൂശിൽ കിടന്നു. ലോകം കണ്ടതിൽ ഏറ്റവും ക്രൂരവും തീവ്രവുമായ വേദനയുടെ സ്ഥലമാണ് ക്രൂശ്. ആ കഠിന വേദനയുടെ ഒടുവിൽ ഒരു അസാധാരണ വാചകമാണ് പറയുന്നത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഉറക്കെ പറഞ്ഞു. ടെറ്റലസ്റ്റാ എന്നാണ് ആ വാക്ക് ഗ്രീക്കിൽ. സമാപ്ത് എന്നാണ് സംസ്കൃതത്തിൽ. നിവർത്തിയായി എന്നാണ് മലയാളത്തിൽ. ഒറ്റ വാക്കേ ഉള്ളൂ. ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നന്നായി പഠിക്കുന്ന, റിസർച്ച് ചെയ്യുന്നവർ പറയുന്നു, അക്കാലത്ത് 2 പേർ തമ്മിൽ ഗുസ്തി നടത്തിയിട്ട് ഒരുവന്റെ മുമ്പിൽ കീഴടങ്ങി മുട്ടുകുത്തുമ്പോൾ പറയുന്ന വാക്കാണ് ടെറ്റലസ്റ്റാ. അപ്പോൾ ഒരു വിജയ കാഹളമായിട്ടാണ് ആ വാക്യം. കർത്താവ് വിളിച്ചു പറയുകയാണ്, ഐ ആം ഫിനിഷ്ഡ്. അല്ല, ഞാൻ തീർന്നു എന്നല്ല, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് കർത്താവ് ലോകത്തിൽ വന്നത്. ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് വന്നത്. ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് വന്നത്. ജീവിച്ചപ്പോഴെല്ലാം ആ ലക്ഷ്യത്തിൽ തന്നെ നിന്നു. ഞാനൊക്കെ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും ചിലപ്പോഴൊക്കെ ലക്ഷ്യം മാറിപ്പോവും. ഞങ്ങളൊക്കെ പാടാറുണ്ട്, ഒന്നു മാത്രം എന്നാഗ്രഹമേ, എന്നെ വീണ്ടെടുത്ത നാഥനെ, മണ്ണിലെവിടെയും കീർത്തിക്കണം. അതാണ് ആഗ്രഹം. മറ്റൊരാഗ്രഹം ഇല്ലെന്ന് ചോദിച്ചാൽ, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ, അതിന് പൈസ വേണ്ടേ? അപ്പൊ ആഗ്രഹങ്ങൾ മനുഷ്യർക്കുണ്ട്. എങ്കിലും ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും യേശു ജീവിച്ച പോലെ ജീവിക്കാൻ നമുക്കൊരുങ്ങാം. ഖാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് കർത്താവ് പറഞ്ഞൊരു വാക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ അർത്ഥം എന്താ? ആ കാൽവറി ക്രൂശിൽ സംഭവിക്കാൻ പോണ കാര്യമാണ് ആ നാഴികയിൽ സംഭവിക്കുന്നത്. അത് മാത്രം മുന്നിൽ കണ്ട ഓരോ മിനിറ്റും ജീവിക്കുന്നത്. യോഹന്നാൻ 17 വരുമ്പോൾ
പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുക, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. അപ്പോൾ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്നൊരു ബുക്ക് ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോയി. അമേരിക്കയിലെ പ്രസിദ്ധനായ പാസ്റ്റർ റിക് വാറൻ എഴുതിയ ബുക്കാണ് ലക്ഷ്യാധിഷ്ഠിത ജീവിതം. കർത്താവ് പറയാണ്, നിവൃത്തിയായി. എന്ത് നിവൃത്തിയായി? മനുഷ്യന്റെ പാപത്തിനു വേണ്ടിയുള്ള യാഗങ്ങൾ നിവൃത്തിയായി, ദേവാലയം നിവൃത്തിയായി, പൗരോഹിത്യം നിവൃത്തിയായി, ന്യായപ്രമാണം നിവൃത്തിയായി, പുണ്യകർമ്മങ്ങൾ നിവൃത്തിയായി, പുണ്യസ്ഥലങ്ങൾ നിവൃത്തിയായി. ഇന്ന് പുണ്യസ്ഥലം ഇല്ല കേട്ടോ. പണ്ടുണ്ടായിരുന്നു. പണ്ടെങ്ങനെയാണെന്നറിയോ? നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തല്ലാതെ നിന്റെ വഴിപാടുകൾ കഴിക്കാതിരിപ്പാൻ കരുതിക്കൊള്ളുക. വേറെ വല്ലയിടത്തും കഴിച്ചാൽ പണി കിട്ടും. ഇന്നോ 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. എത്ര വിലപ്പെട്ട സന്ദേശം! ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇനി ഒരു യാഗവും ചെയ്യണ്ട, ഇനി ഒരു പുണ്യവും ചെയ്യണ്ട, ആ നിലയിൽ ചെയ്യണ്ട, പാപപരിഹാരത്തിന് വേണ്ടി ചെയ്യണ്ട. അവൻ നിവർത്തിച്ചതിൽ നീ വിശ്വസിച്ചാൽ മതി. ഗോഡ് ബ്ലെസ് യു.